ഫയർ എലമെന്റ്സ് ആയ ഒരു കപ്പിൾ ഒരു സിറ്റിയിലേക്ക് വരുന്നു. ആദ്യമായി ഈ സിറ്റിയിലേക്ക് വന്നത് വാട്ടർ എലമെന്റ്സ് ആണ്. അതിനുശേഷം എർത്ത് എലമെന്റ്സും അതിനുശേഷം എയർ എലമെന്റ്സും വന്നു. അതുകൊണ്ട് തന്നെ ആ സിറ്റി എലമെന്റൽ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ സിറ്റിയിലേക്ക് വന്നിരിക്കുന്ന ആദ്യത്തെ ഫയർ എലമെന്റ്സ് ഇവരാണ്. വൈകാതെ തന്നെ അവർക്കൊരു കുഞ്ഞ് ജനിക്കും. ഫയർ ലേഡി പ്രഗ്നന്റ് ആണ്. സിറ്റിയിലേക്ക് വന്നവർ എല്ലാം അതിശയത്തോടെ നോക്കി കാണുന്നു. വാട്ടർ എലമെന്റ്സ് കപ്പലിൽ വന്ന് വെള്ളം കോരിയൊഴിക്കുന്നത് പോലെ തറയിലേക്ക് വീഴുന്നു. എന്നിട്ട് വീണ്ടും നോർമൽ രൂപത്തിലേക്ക് മാറുന്നു. എയർ എലമെന്റ്സ് അവരുടെ എയർഷിപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് കാറ്റുപോയ ബലൂൺ പോലെ ആവുന്നു. വീണ്ടും ആള് കയറുമ്പോൾ ബലൂൺ പോലെ വീർക്കുന്നു. ആ സിറ്റിയിലെ ഓരോ ടെക്നോളജീസും ഫയർ എലമെന്റ്സിന് പുതിയ അനുഭവങ്ങളാണ്. മറ്റ് എലമെന്റ്സിനൊപ്പം താമസിക്കുന്നത് ഒരു പ്രശ്നമായി അവർക്ക് തോന്നുന്നില്ല. പക്ഷെ വെള്ളം തീയണയ്ക്കുന്ന എലമെന്റ് ആയതുകൊണ്ട് തന്നെ വാട്ടർ എലമെന്റ്സിനെ കാണുമ്പോൾ ഹസ്ബൻഡിന് ദേഷ്യം വരുന്നു. അതുപോലെ തന്നെ തീ എല്ലാം കത്തിച്ചു കളയുന്ന എലമെന്റ് ആയതുകൊണ്ട് ഇവർ വീടന്വേഷിച്ചു പോകുന്ന സ്ഥലത്തെല്ലാം അവഗണനയാണ് കിട്ടുന്നത്. അവസാനം അവർ ക്ഷീണിച്ചൊരു സ്ഥലത്ത് വന്നിരിക്കുന്നു. അപ്പോഴാണ് സിറ്റിയുടെ നടുവിലായി ഒരു പഴയ ബിൽഡിംഗ് കാണുന്നത്. അത് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞും വാട്ടർ പൈപ്സ് എല്ലാം ലീക്ക് ആവുന്ന അവസ്ഥയിലുമാണുള്ളത്. എന്നാലും അവരത് കാര്യമാക്കാതെ അത് റിപ്പയർ ചെയ്ത് അവിടെ തന്നെ താമസിക്കാമെന്ന് തീരുമാനിക്കുന്നു. അന്ന് രാത്രി തന്നെ അവർക്കൊരു പെൺകുഞ്ഞ് ജനിക്കുന്നു. അവർ കൊണ്ടുവന്ന ബ്ലൂ ഫ്ലെയിം കൊടുത്ത് അവരവളെ അനുഗ്രഹിക്കുന്നു. ആ ബ്ലൂ ഫ്ലെയിം ആണ് ഫയർ എലമെന്റ്സിന്റെ ശക്തി. ആ ബിൽഡിംഗിൽ തന്നെ അവർ ഫയർ പ്ലേസ് എന്നൊരു ഷോപ്പും സ്റ്റാർട്ട് ചെയ്യുന്നു. വൈകാതെ തന്നെ അവരെ കൂടാതെ ഒത്തിരി ഫയർ എലമെന്റ്സ് ആ സിറ്റിയിലേക്ക് വരാൻ തുടങ്ങുന്നു.